ഹായ് ഗെയ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷേവർ, ജില്ലറ്റിൻ്റെ ഷേവർ വാങ്ങിച്ചു. ജില്ലറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഷേവറുണ്ട്. ഇത് ഒന്ന് ഫസ്റ്റ് ടൈപ്പ് ഇതാണ്. ഇതിന് ഒരു ഇതിങ്ങനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട്, ഹോൾഡല്ല, ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു മിഷ്യനും, അതേപോലെ ഇത് വേറൊരെണ്ണമാണ്. അതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇവിടെ രണ്ടിടത്തായിട്ട് പ്രസ്സാകുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് രണ്ടും ഒരേ തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ബ്ലേഡിന് കുറച്ച് മൂർച്ചയൊക്കെ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ടൈപ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്ക് മാറിപ്പോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് ലെറ്റ് ഷേവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്ലേഡാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് ഈ രണ്ട് ഹാൻഡിലുമായിട്ടും പിന്നെ മാറ്റാകുന്നില്ല. അതൊരു വലിയ വിഷയമാണ്. കാരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത്, ഇത് സത്യത്തിൽ ഞാനൊരു 2 ദിവസത്തിന് മുന്നേ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമാണ്. ഈ ലക്ഷ്യം എന്ന് പറയുന്ന സാധനം ഇതുണ്ടല്ലോ, ഇതാണ് ഞാൻ വരുത്തി. പക്ഷേ ഈ സാധനം എൻ്റെ കയ്യെ ആയുധത്തിന് പോയിട്ട് ഒന്നും മുറിഞ്ഞു. അതുകൊണ്ട് ഈ പറഞ്ഞാൽ ചെറുതായിട്ട് കഴുകിയ സമയത്ത്, ആയുധത്തിന് നമ്മൾ നാഗരെ കഴുകിയ സമയത്ത് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പം അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഒത്തിരി പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു. ഇതാണ് ബ്ലേഡ്. പക്ഷെ ഈ ബ്ലേഡ് നമ്മളെ ജില്ലറ്റിൻ്റെ ഒരു ഹാൻഡിലുമായിട്ടും മാറ്റാകുന്നില്ല. ഞാൻ മാക്സിമം ഒരു ഹാൻഡിലുമായിട്ട് ഇത് മാറ്റാകുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് ഷേവിൻ്റെ തന്നെ ഒരു ഹാൻഡില് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത സാധനമാണ്. പക്ഷേ ഈ സാധനം ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാം. ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് മൊത്തത്തിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം എനിക്ക് ഹാൻഡിലില്ല, അതാണ് മെയിൻ വിഷയം. ആ ഹാൻഡിലിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ വില എന്ന് പറയുന്നത് ഫസ്റ്റ് അതായത് 1, 2, 3, 4 ബ്ലേഡിന് കണ്ണും കാണാൻ വയ്യ, ഏകദേശം എത്രയാണോ എന്തോ, ഏകദേശം ഒരു 500-550 ആയിട്ടുണ്ട്. പക്ഷേ ഇതിന് 836 രൂപ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. ഇത് ഈ നമ്മുടെ ബ്ലേഡുമായിട്ട് മാച്ചായി കിട്ടിയാൽ നമുക്കിത് എനിക്കിത് കളിപ്പീരാണോ അല്ലയോ എന്നറിയണം. കണ്ടണേ, നമുക്ക് ഹാൻഡില് കിട്ടി. ഹാൻഡില് ഇതെന്താണ് റേസർ ട്രാവൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ റേസർ നമുക്ക് സൂക്ഷിക്കാനുള്ള ക്യാപ്പ്. ഇതാണ് ക്യാപ്പ്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഈ ബ്ലേഡും ഹാൻഡിലും കൂടെ ചേർത്ത് ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്തിടാം. എന്ന് പറഞ്ഞാൽ അത് തറയിലെങ്കിലും വീണ് മൂർച്ചയൊന്നും പോകാതിരിക്കും സംവിധാനം.
ഇതിന്റെ കൂട്ടത്തില് നമുക്ക് മൊത്തം 1 2 3 4 4 ബ്ലേഡുള്ളത്. ഇനി ഇതിന് സ്യൂട്ട് ആകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സ്യൂട്ട് ആയില്ലെങ്കിൽ സ്യൂട്ട് ആകുമായിരിക്കും, ഉറപ്പാണ്. കാരണം ഞാൻ അതിൻ്റെ തന്നെ ഹാൻഡിലാണ് വാങ്ങിച്ചത്. പക്ഷെ അവരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയത്, അവർ പറഞ്ഞത് എല്ലാ ഹാൻഡിലുമായിട്ടും അത് സ്യൂട്ട് ആകുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഹാൻഡിൽ. പക്ഷെ എല്ലാ ഹാൻഡിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജില്ലറ്റിൻ്റെതുമായിട്ടും സ്യൂട്ട് ആകും. പക്ഷെ ജില്ലറ്റിൻ്റെതൊന്നും സ്യൂട്ട് ആകുന്നില്ല. ഞാനിതൊന്ന് സ്യൂട്ടാക്കി നോക്കുകയാണ്. സത്യം, ഇതിനകത്ത് അവരെ ഒരു കുറ്റവും പറയാനില്ല. കുറ്റം പറയാനുള്ളത് അവരതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാ ഹാൻഡിലുമായിട്ടും സ്യൂട്ടാവുമെന്നാണ്. അവരുടെ ഹാൻഡിലുമായിട്ട് മാത്രം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെ പുഷ് ചെയ്യുക, ഇതിങ്ങനെ പുഷ് ചെയ്തിട്ട് ദൂരെ എടുക്കുക. ഇത് പിന്നെ ഇടുന്നതിന് ജസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഹാൻഡിലും കിട്ടി, ബ്ലേഡ് കിട്ടി. ഇനി നമുക്കൊന്ന് ഷേവ് ചെയ്ത് നോക്കാം ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുള്ളത്. 6 ബ്ലേഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 6 ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഏകദേശം ഒരു 4 ബ്ലേഡ് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കംഫർട്ട് ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്ത് നോക്കാം. നമ്മളിന്ന് നമ്മുടെ പുതിയ ലെറ്റ് ഷേവ് എന്ന് പറഞ്ഞ ഷേവർ വെച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വലുതായിട്ട് ഇത് ജില്ലറ്റിനേക്കാൾ പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടാ. കാരണം ജില്ലറ്റിന്റെ ഇതാ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇതും വരത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടാ. ഇത് 6 ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 6 ബ്ലേഡ് ആണെങ്കിൽ ഒറ്റത്തവണ തന്നെ നമ്മളിങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആകേണ്ടിയില്ലേ. അയ്യോ, ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല കുറ്റിയാ കേട്ടോ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇതിലും കംഫർട്ട് ജില്ലറ്റ് തന്നെ. ഇതത്ര വലിയ കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണോ എന്തോ. പിന്നെ അപ്പൊ എന്തായാലും എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നമ്മുടെ അൺബോക്സിങ്ങിൽ നമുക്കൊരു ചെറിയ പരാജയമാണോ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ടായിരിക്കും. എനിക്ക് ഇല്ല എനിക്ക് അത്രയും കംഫർട്ട് കിട്ടുന്നില്ല കേട്ടോ. അതാ
കണ്ടില്ലേ? ഇല്ല, റിവേഴ്സ് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഇത് വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ റിവേഴ്സ് പിടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ പിന്നെ എന്താ സെൽസ് കൂടാണ് ശരിക്കും പറഞ്ഞ നശിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് റിവേഴ്സ് പഠിക്കേണ്ട ആവശ്യം വരരുത്. ഈ 6 ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ റിവേഴ്സ് പഠിക്കാതെ സ്ട്രെയിറ്റ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തിരിച്ച് ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നവും വരരുത്. അതാണ് ഈ ശരിക്കും പറഞ്ഞ 6 ബ്ലേഡിന്റെ ഒക്കെ ഒരു പ്രാധാന്യം. എന്താണോ എന്തോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർന്നു. എല്ലാവർക്കും ബൈ.